ദൈവ തിരുനാമത്തിന് മഹത്വം. വായിച്ചറിഞ്ഞൊരു കഥ ഇങ്ങനെയുണ്ട്. ശില്പകല പഠിക്കുവാനായി നഗരത്തിലേക്ക് പോകുന്നൊരു യുവാവ്. മകൻ്റെ കൂടെ കുറച്ചു ദിവസം ചിലവഴിക്കുവാനായി അമ്മ കടന്നു വരുന്നു. പഠനത്തിനിടയിൽ ഉണ്ടാക്കിയ ചില കൈവിട്ട പ്രതിമകളുണ്ട്. അമ്മ കാണാതിരിക്കാൻ ഒരു ചാക്കിൽ കെട്ടി കട്ടിലിൻ്റെ അടിയിൽ സൂക്ഷിച്ചു വെക്കുന്നു. ഒരു ദിവസം മകനില്ലാത്ത അവസരത്തിൽ വീട് വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ അമ്മ ഈ ശില്പങ്ങളെല്ലാം കാണുന്നു. തിരികെ എത്തിയ മകൻ വീട് വളരെ ഭദ്രമായി ക്രമീകരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ ശില്പങ്ങൾ അമ്മ കണ്ടുവെന്ന് ഉറപ്പുവരുത്തുകയും മൗനമായി അമ്മയുടെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുകയും അമ്മയോട് ഇങ്ങനെ പറയുന്നുണ്ട്: അമ്മ കാണാതിരിക്കാനാ ഞാനിത് പാത്തുവെച്ചത്. അമ്മയോടെ മകന് കൊടുക്കുന്നൊരു മറുപടിയുണ്ട്: അമ്മമാരറിയാത്തതൊന്നും മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഈ കഥ ഈ തലമുറയിൽ ഏറെ പ്രസക്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത് അവൻ്റെ ജീവിത അവസാനത്തിൽ അവൻ ചെയ്ത നന്മകളുടെയും മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണല്ലോ. യഥാർത്ഥത്തിൽ അമ്മയുടെ ജീവിതത്തിൽ നിന്നാണല്ലോ നാം സകല മൂല്യങ്ങളും സ്വായത്തമാക്കി. അമ്മ മറിയത്തെപ്പറ്റി കൂടുതലായി ധ്യാനിക്കുന്ന ദിവസങ്ങളാണല്ലോ ഇത്. അമ്മ തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന എത്രയെത്ര പാഠങ്ങളാണുള്ളത്. എൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണം എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് നമ്മെ സമർപ്പിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു അമ്മയുണ്ട്. അവർക്ക് വീഞ്ഞു തീർന്നു പോയി എന്ന് പറഞ്ഞ് അപരൻ്റെ പ്രയാസം തൻ്റെ പ്രയാസമായി കാണുവാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു അമ്മയുണ്ട് തിരുവചനത്തിൽ. അവൻ പറയുന്നത് ചെയ്ത് ഗുണവും മണവും നിറവുമുള്ളവരായി തീരുവാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു അമ്മയുടെ ചിത്രം കാനാവിലെ കല്യാണ വിരുന്നിൽ നമ്മൾ കാണുന്നുണ്ട്. ഹൃദയത്തിലൂടെ വാളിറങ്ങുമ്പോഴും ദൈവകൃപയിൽ സന്തോഷിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരമ്മയുണ്ട്. യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും സന്തോഷവതിയായ അമ്മ കന്യക മറിയം തന്നെയാണ്. വർഹൻ ബാമുക്കിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്: ഹാപ്പിനെസ് ഇസ് വെൻ യു ഹോൾഡ് someone in your hand and thinking that you are holding the whole world. അങ്ങനെയെങ്കിൽ ദൈവത്തെ തൻ്റെ കൈകളിൽ വഹിച്ചുകൊണ്ട് ലോകത്തിൽ ഏറ്റവും സന്തോഷം അനുഭവിച്ചത് അമ്മ തന്നെയല്ലേ? അമ്മയുടെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ.